ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ബിഗ് ഡേറ്റാനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്ത് ടൈപ്സ് ഓഫ് ഡേറ്റാസിനെയാണ് നമ്മൾ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസിനെയും പറ്റിയാണ് ഞാൻ ഇന്നലെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ബിഗ് ഡേറ്റ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 TB ആണ്. അതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് i5 ആണ്. അപ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യണം. ആ പ്രോജക്റ്റിൻ്റെ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് 2 TB വരുന്ന ഒരു ഡേറ്റയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ വെച്ച് നോക്കുമ്പം ഈ ഒരു 2 TB ഡേറ്റ എന്ന് പറയുന്നത് വലിയൊരു ഡേറ്റയാണ്, അതായത് ഒരു ബിഗ് ഡേറ്റയാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് വാട്സപ്പ് തന്നെ എടുക്കാം. വാട്സപ്പിലെന്ന് പറയുമ്പോഴേക്കും നമുക്ക് 100 MB ഒരു ഡോക്യുമെൻറ്റ് എനിക്ക് സെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 100 MB ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഗ് ഡേറ്റയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ബിഗ് ഡേറ്റ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ബിഗ് ഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 5 V's വെച്ചിട്ടാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ V എന്താണെന്ന് നോക്കാം. ആദ്യത്തെ V എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡേറ്റാസൊക്കെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ജിഗാബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ് അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് വെറൈറ്റി. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 3 തരത്തിലാണുള്ളത്. അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഡേറ്റ, രണ്ടാമത്തെ അൺസ്ട്രക്ചേർഡ് ഡേറ്റ, മൂന്നാമത്തെ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ. അപ്പോൾ സ്ട്രക്ചേർഡ് ഡേറ്റ എന്താണ്? സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോഴേക്ക് ടെക്സ്റ്റ്, ഡോക്യുമെന്റ്സ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പറയുന്നതെന്ന് വെച്ചാൽ അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താണ് ഈ ഫോട്ടോസ്, ഇമേജസ്, വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് സെമി സ്ട്രക്ചേർഡ് ഡേറ്റ. സെമി സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ JSON ഫയൽസ്, പിന്നെ വാട്സപ്പ് സ്റ്റോറീസ്, അങ്ങനത്തെ സ്റ്റാറ്റസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ V റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറാസിറ്റി. വെറാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഡേറ്റാസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് ഫേക്ക് ആണോ ട്രൂത്ത് ആണോ എന്നുള്ളതൊക്കെ ഡിവൈഡ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെറാസിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നാലാമത്തെ പറയുന്നതെന്ന് വെച്ചാൽ വെലോസിറ്റി. വെലോസിറ്റി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് എടുക്കുവാണ്. യൂട്യൂബിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മൾ 300 hours ഉള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ കാണും. ലോകത്ത് എല്ലാവർക്കും വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി വീഡിയോസ് കാണും. ആ ഒത്തിരി വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ എന്തെയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അൺലൈക്ക് ചെയ്യും, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും എന്തെയും ഈ ഒരു ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് അതിൻ്റെ ഒരു സ്പീഡ്. ആ സ്പീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് വാല്യൂ. വാല്യൂ എന്ന് പറയുമ്പോഴേക്കും ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് അവരെന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഈ ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഹഡൂപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, അനലൈസ് ചെയ്ത് കഴിഞ്ഞ ഡേറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആമസോണിൽ പോയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുവാണ്. ആ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു, നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിൽ പോവുകയാണ്. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെയിം സാധനം നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് ആ പ്രോഡക്റ്റ് തന്നെ നമുക്ക് എന്തായിട്ട് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ എയിം എന്താണ്? നമ്മളെ കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുക. അങ്ങനെ മേടിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് യൂസ്? അവർക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ബിഗ് ഡേറ്റയുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടേഴ്സിൽ ഈ ഒരു ബിഗ് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ വഴി നമുക്ക് എന്താണോ ആവശ്യം എന്ന് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? ക്യാമ്പയിനിങ് ചെയ്യും. അപ്പോൾ എന്താണ്? അവർക്ക് കുറച്ചും കൂടി ജനപ്രീതി നേടിയെടുക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഫ്രോഡ്സ്. അതായത് നമുക്ക് ഈ ടാക്സ്, സ്പാംസ് അതുപോലത്തെ സംഭവങ്ങൾക്കെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഓൺലൈൻ ഫ്രോഡ് ഡിറ്റക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബിഗ് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് നാലാമത് പറയാമെന്ന് വെച്ചാൽ മെഡിക്കൽ റിസർച്ച്, സ്പേസ് റിസർച്ച് അതുപോലത്തെ ഒത്തിരി ഏരിയാസിൽ ഈ ഒരു ബിഗ് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ബിഗ് ഡേറ്റ എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.